നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഷാവിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അനുമോദനങ്ങളും ആശംസകളും. ബഹുമാനിയെ, ഒരു പയ്യൻ 2 കുപ്പി പാലുമായി സാധാരണ അച്ഛൻ കൊടുക്കുന്ന കടയിൽ കൊടുക്കാൻ പോകുന്ന വഴിയിൽ ഒരാൾ വന്ന് 2 കുപ്പി പാലിൽ പൈസ മുൻകൂർ കൊടുത്ത് ആ 2 കുപ്പി പാലും കൊണ്ടുപോയി. പൈസയായിട്ട് വീട്ടിൽ പയ്യൻ വേഗം വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇന്ന് നമ്മൾ കൊടുത്ത പാലിൻ്റെ കാശ് കയ്യോടെ കിട്ടി. അച്ഛൻ കൊടുത്തു കഴിഞ്ഞാൽ കാശ് കയ്യോടെ കിട്ടില്ലല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, പറ്റിച്ചില്ല മോനെ, അത് ഫുഡ് ഇൻസ്പെക്ടറാണ്, ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വയനാട്ടിൽ വന്നുള്ള മത്സരവും ജയവും. എൻ്റെ കോൺഗ്രസ് നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ, ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്ത്യയിലെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച്? ഏതാണ്ട് ഇന്ത്യയിലെ സവർണ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഏകദേശം മനസ്സിലാക്കിയ ഒരു ഉന്നത വ്യക്തിയായിരുന്നു അംബേദ്കർ. അതിനുശേഷം അത്രയും സ്റ്റഡി ചെയ്ത ഒരു വ്യക്തിയും ഇന്ത്യയിലില്ല, പ്രത്യേകിച്ച് മുന്നോക്ക സമുദായങ്ങളെക്കുറിച്ച്. അത് അവരുടെ രീതിയാണ്, അവരുടെ സാഹചര്യമാണ്, അവരുടെ ബുദ്ധിശക്തിയൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, 543 പാർലമെൻറ്റ് സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിം ലീഗിന് കൂടി പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവല്ല, ദേശീയ നേതാവും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവും നാളെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരെ ആകാൻ സാധ്യതയുണ്ടെന്ന് അനുമാനിക്കുകയും അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ. നമ്മൾ അഹങ്കാരം നമുക്കുണ്ട്, നമ്മുടെ ഒരു ഗ്രൂപ്പ് നല്ലത് ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരം തോന്നും. ആ അഹങ്കാരവും മറ്റേ അഹങ്കാരം വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയായ രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി എന്നൊക്കെയാണ് പ്രചരണം. കേരള സാരി ഉടുത്ത് പാർലമെൻറ്റിലെത്തി പ്രിയങ്ക വാനമുള്ള പുകഴ്ത്താണ് പത്രക്കാരും ചില ചാനലുകളൊക്കെ. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രിയങ്കയോടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടോ യാതൊരു ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണേ, ഞാൻ അവരെ അങ്ങേറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്. അതിനുള്ള യോഗ്യത ഉണ്ട്, അത് കുഴപ്പക്കാരല്ല രണ്ടുപേരും. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾ, ഇന്ത്യയിലെ സാമുദായിക ധ്രുവീകരണ അടിയൊഴുക്കുകൾ, ഇതെല്ലാം നോക്കണ്ടേ? എന്തൊരു അറുമാതിപ്പാണ്! ഇപ്പോഴും ഇന്നും ചാനലുണ്ട്, പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു, കേരള സാരി എടുത്തു, പിന്നെ 4 ലക്ഷം പേര് വോട്ട് ഭൂരിപക്ഷം കിട്ടി, ഒക്കെ ശരിയാണെന്നേ. പക്ഷേ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കേരളത്തിൽ 3.5 കോടിയുള്ളൂ. ബാക്കി 137 കോടി വേറെ കിടക്കാണ്. അവിടെ നിന്ന് ഒരു നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് കയറി പോകാൻ നോക്കാതെ കേവലം ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള, അത് ലീഗിന് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ വന്ന് അവിടെ ഏത് കുറ്റിച്ചൊല്ലിനാൽ ജയിക്കും? ഒഴുക്കിനെതിരെ നീന്തപ്പോഴേ അത് വിജയമുള്ളൂ. ഒഴുക്ക് ഒത്തുനിന്തിയാൽ വിജയമാണോ? ഇത് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്തല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ, സോണിയ കുടുംബത്തെ ഞാൻ പറയില്ല, അവരെല്ലാം അങ്ങോട്ട് മറ്റ് കോൺഗ്രസ്സുകാർ നോക്കണം. ഞാനിത് പറയുമ്പോൾ എന്നോട് വ്യക്തിപരമാക്കിയോ അല്ലെങ്കിൽ എന്നോട് ബുദ്ധിമുട്ട് തോന്നിയിട്ട് കാര്യമില്ല. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, കുട്ടിക്ക് പനി വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കും, ഇഞ്ചക്ഷൻ കുട്ടി കരയും, ഇഞ്ചക്ഷൻ ആകുമ്പോൾ കുട്ടി കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ പനി മാറുമോ? അപ്പോൾ ഇത് ഞാനെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? ഇന്ദിരാഗാന്ധിയുടെ ജന്മം മുസ്ലിം സമുദായത്തിന് ബന്ധമുണ്ടെന്ന് സംഘപരിവാർ പറഞ്ഞു നടക്കുന്നത്. ആ ഇന്ദിരാഗാന്ധി അങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ പോലും, ഇല്ലെന്ന് സത്യം ഉണ്ടെങ്കിൽ പോലും ഹിന്ദുവായിട്ട് തന്നെ ജീവിച്ചത്. അവർ അമ്പലത്തിൽ പോവും, ഒട്ടുതൊടും, എല്ലാ നിലക്കും ഹിന്ദുവായിട്ട് തന്നെയാണ്. ഇന്ദിരാഗാന്ധി എന്ന ഹിന്ദുവായിട്ട് തന്നെയാണ് എടുത്തത്. നമ്മുടെ ഈ സോണിയോ, ഇന്ത്യയിൽ അങ്ങനെ രാജീവ് ഗാന്ധി വിവാഹം കഴിച്ചു വന്ന് എന്തുമാകട്ടെ, തെറ്റാകട്ടെ ശരിയാകട്ടെ അല്ലെങ്കിൽ തട്ടിപ്പ് കൂടി എന്തെങ്കിലും ആകട്ടെ, ഇവിടെ സവർണ ഫാസിസം കളിച്ചാണ്, അത് നമുക്കറിയാം. എങ്കിലും ഇന്ത്യയിൽ വന്നു,
ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മരുമകളായിരുന്നു. ആ കുടുംബത്തിൽ നാളെ പ്രധാനമന്ത്രി ആകാൻ സാധ്യതയുണ്ട്. ആ കുടുംബത്തിൽ മകൻ്റെ ഭാര്യയ്ക്ക് ചാൻസ് ഉണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് അവർ വന്ന സീമൻ തന്നെ കറക്റ്റ് ഹിന്ദുവായിട്ട് ജീവിക്കുകയും ഹിന്ദു പേര് സ്വീകരിക്കുകയും ചെയ്യണ്ടല്ലേ? അവർ ചെയ്തോ? ഇറ്റാലിയൻ പാസ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നു, ഇപ്പം ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക്. എല്ലാം സംശയങ്ങളാണ്. ഇന്നുവരെയും അവർ പേര് മാറ്റില്ല. സോണിയ തന്നെയാണ്. സോണിയക്കോ അല്ലെങ്കിൽ ഭദ്രക്കോ ചിറ്റക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ രാഷ്ട്രത്തിൽ വരുമ്പോൾ, രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവിടെ ഭൂരിപക്ഷ സമുദായം ഏത് നിലപാടാണോ അതിന് ഒത്തുപോകണം. നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. രാജ്യത്തെ വിഭജിച്ചു. ബ്രിട്ടീഷുകാരെ തട്ടിപ്പം ഇവിടുത്തെ ഒരുവിധം ആൾക്കാരെ ഇതുകൊണ്ട് വിഭജിച്ച ജിന്നയാണ്. ജിന്ന ആരായിരുന്നു? പന്നി മാംസം കഴിക്കുന്ന, മദ്യം കഴിക്കുന്ന ഒരു ആളായിരുന്നു. മുസ്ലിമേ അല്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം മുസ്ലിമായിട്ടാണ് ജീവിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത്. കാരണം വോട്ട് കിട്ടി ജയിക്കാൻ വേണ്ടി. നെഹ്റുവിനെ ഒരു മതമല്ല, നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ ആ നെഹ്റു ഹിന്ദുവായിട്ട് തന്നെ ജീവിച്ചത്. കാരണം ജനങ്ങളുടെ സപ്പോർട്ട്. അങ്ങനെയുള്ള ഇന്ത്യയിൽ 6008 ജാതിയും ഉപജാതിയുമുള്ള ഇന്ത്യയിൽ ജാതി മാത്രമല്ല, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ജാതി മാത്രമല്ല ഉപജാതി നോക്കുന്ന കൊച്ചു കേരളത്തിൽ പോലും ഈഴവരാണ് കൂടുതലെങ്കിൽ ഈഴവരെ സ്ഥാനാർത്ഥിയാക്കും, ദളിത് സ്ഥാനാർത്ഥിയാക്കും. അതിന് റിസർവേഷൻ ഉള്ളതുകൊണ്ട് പ്രത്യേകം ആക്കേണ്ടതില്ല. മുസ്ലിമാണ് കഴിയുന്ന മുസ്ലിങ്ങൾ തന്നെ ആക്കും. അപൂർവമാത്ര വ്യത്യാസമുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സോണിയാഗാന്ധിയുടെ പാരമ്പര്യം എന്താണ്? ഇറ്റലിക്കാരി കത്തോലിക്ക സ്ത്രീ. അവർ വിവാഹം കഴിച്ചാണ് രാജീവ് ഗാന്ധിയുടെ പാരമ്പര്യം എന്താണ്? രാജീവ് ഗാന്ധിയുടെ പാരമ്പര്യം ഫിറോസ് ഗാന്ധിയുടെ മകനാണ്. ഫിറോസ് ഗാന്ധി മുസ്ലിം അല്ല, അത് ഹിന്ദുവായ പാർസിയാണ്. ഞാൻ അതൊക്കെ സ്റ്റഡി ചെയ്തു. ചിലർക്ക് സംശയമുണ്ട്, ഫിറോസ് ഗാന്ധി മുസ്ലിം അല്ല, ഹിന്ദു പാർസിയാണ്. എങ്കിലും ഒറിജിനൽ ഹിന്ദു അല്ലല്ലോ. അപ്പോൾ പിന്നെ ഹിന്ദു പാരമ്പര്യം എവിടെയുണ്ട്? രാജീവ് ഗാന്ധിയുടെക്കും സോണിയാഗാന്ധിക്കും ഹിന്ദു പാരമ്പര്യം എന്തുള്ളത്? ഗാന്ധി പേരുണ്ടായിട്ട് കാര്യമുണ്ടോ? അത് കഴിഞ്ഞ് രാഹുൽ വന്നു. രാഹുൽ എന്താണ്? ഇപ്പോൾ ഏതോ ഒരു ഹിന്ദു സ്ത്രീ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് കത്തോലിക്ക കാമുകി ഉണ്ടായിരുന്ന കുട്ടികളുടെ ഇവിടെ പരാതിയുണ്ട്. സത്യമല്ല, നല്ല കാര്യമല്ലേ? ഇനി പ്രിയങ്ക വന്നിട്ട് വധേരയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. വധേര കുരിശുമാല ഇട്ട് നടക്കുന്ന വധേര ചിത്രമാണ് വടക്ക് ഇന്ത്യ ഇലക്ഷൻ എന്ന് കാണിക്കുന്നത്. നാളെ വയനാട്ടിൽ വന്ന് അടുത്ത് ഞാനാണെന്നൊരു പുള്ളി ആഗ്രഹിച്ചു, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകണം, എനിക്ക് മത്സരിച്ച് ജനങ്ങളെ സേവിക്കണമെന്ന്. ഏത് BJP ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ സംഭാവന കൊടുത്ത്. എന്തിന്? ഈ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ഇന്ദിരാഗാന്ധിയുടെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ കെയർ ഓഫിൽ കോടികൾ സമ്പാദിച്ചല്ലേ. നഷ്ടപട്ടിണിയായിട്ട് കഴിഞ്ഞാൽ വെറും പഴയ ഇതല്ലേ ബ്രാസ് പിച്ചള പാത്രം വിട്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് ഈ കോടാനുകോടി രൂപ സംഭാവന കൊടുക്കുക എവിടെ നിന്ന് കിട്ടി? സംഭാവന കൊടുത്താൽ വന്നത് ആയിരക്കണക്കിന് കോടി രൂപ മറ്റേ BJPക്ക് ഇലക്ട്രോൾ ഫണ്ട് കൊടുക്കാൻ വേണ്ടി എവിടുന്ന് ഫണ്ട് ഉണ്ടായി? എവിടുന്ന് കാശുണ്ടായി? എന്നിട്ട് വധേരയാണ് കുരിശുമാല ഇട്ട് വധേരയാണ്. വധേരയുടെ മകൻ ആ രീതിയിൽ തന്നെയാണ്. നാളെ വധേര വരും, പിന്നീട് അടുത്ത പ്രാവിൽ വധേര മകൻ വരും വയനാട്ടിൽ നിന്ന്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിന്ന് ഭരണം കിട്ടില്ല ആളാകാം, അവർക്ക് സൂഹിക്കാം, സമ്പാദിക്കാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് കാര്യമുണ്ട് സാർ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അമിത്ഷാ ജന്മം കൊണ്ട് ന്യൂനപക്ഷക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് കോടിക്കണക്കിന് അനുയായികളുള്ള സംഘപരിവാറിൻ്റെ ശക്തമായി പിന്തുണയുണ്ട്. ഏതൊരു സംഘപരിവാറിന് മൊത്തം, അതും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഏതാണ്ട് തുല്യമാണിപ്പോൾ. 30 കോടിയോളം മുസ്ലിങ്ങളുണ്ട്, ഏതാണ്ട് അത്ര തന്നെ സംഘപരിവാർ അനുഭാവികളുണ്ട് ഇന്ത്യയിൽ, രണ്ട് തുല്യമാണ്. എന്നിട്ട് ഈ 30 കോടിയോളം മുസ്ലിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ടാണല്ലോ, 100% സപ്പോർട്ടാണല്ലോ. എന്നിട്ട് ഈ ഭരണം കിട്ടാത്തത് അവിടെ വ്യത്യാസമാണ്. അത് ന്യൂനപക്ഷം ആ വിഭാഗം, മറ്റ് സവർണ വിഭാഗമാണ്, മുന്നോക്ക വിഭാഗമാണ്. ഇവിടുത്തെ പോലീസ്, പട്ടാളം, കോടതി എല്ലാം നിയന്ത്രിക്കുന്നത് ഈ 15% എന്ന സവർണ വിഭാഗമാണ്. നമുക്ക് അവരോട് അസൂയ എതിർപ്പൊന്നുമില്ല, കാരണം അവർ എല്ലാം കൊണ്ടും വലിയ നല്ല ബുദ്ധിജീവികളാണ്, സ്നേഹിക്കാൻ കഴിവുള്ളതാണ്. പക്ഷെ അവർ നിലനിൽപ്പിന് വേണ്ടി സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു, ഫാസിസം പറയുന്നു, മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ സുഹൃത്ത് പറയാം, നിങ്ങളിപ്പോൾ ഇടങ്ങിയാലും കൊള്ളാം. ആ സുഹൃത്ത് പറഞ്ഞെന്നറിയോ, ഞങ്ങളൊരു ഗ്രൂപ്പ് ബുദ്ധമതം സ്വീകരിക്കാൻ പോകണം, എന്നിട്ട് ഞങ്ങളുടെ അഗ്രഹാരങ്ങൾ അല്ലെങ്കിൽ ബുദ്ധവിഹാറെല്ലാം
ഇവിടുത്തെ ബ്രാഹ്മിൻസ് കയ്യേറിയതാണ് വർഷങ്ങൾക്ക് മുമ്പ്. അത് ഞങ്ങൾ തിരിച്ചു കിട്ടണമെന്ന് കോടതി സമീപിക്കാൻ പോകണം എന്ന് പറഞ്ഞ് തമാശയായിട്ട് കാര്യമാകട്ടെ. ഇപ്പം നിങ്ങൾ 3000 പള്ളി കണക്ക് പറയില്ല വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ 3000 മുസ്ലിം പള്ളികൾ, അതിൽ പെടാത്താണ് ഇപ്പോഴത്തെ ഈ പള്ളി സംബാർ പള്ളി, അജ്മീർ പള്ളി. അത് ഈ 3000 ലിസ്റ്റിലില്ല, അതിലാണ് കൊടുത്തിരിക്കുന്നത്. അത് സംബാറല്ലേ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സംബാറല്ലേ ഒരു സമയം വന്ന് കോടതിയിൽ കേസ് കൊടുക്കുന്നു, നവംബർ 19 കേസ് വിധിക്കുന്നു, ഉച്ചയ്ക്ക് വിധിക്കുന്നു, വൈകിട്ട് അന്വേഷണ കമ്മീഷനായിട്ട് വക്കീൽ ചെല്ലാണ്, തുടർന്നുള്ള വെടിവയ്പ്പ് 3-4 പേര് മരിക്കുക. എവിടെ എത്തിയപ്പോൾ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ ഇതെന്താണ് അവസ്ഥ? ഇപ്പം 100 വർഷം തേകം പോകുന്ന ഈ സെപ്റ്റംബർ മാസത്തിൽ ഇനി എത്ര 5-6 മാസമുള്ളൂ. 6 മാസം ഈ 3000 പള്ളി അവകാശപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കലുഷിതമാവില്ലേ, സങ്കീർണമാവില്ലേ, സംഘടനമാവില്ലേ, കൊലപാതകമില്ലേ, വെടിവയ്പ്പാവില്ലേ, അരാജകത്വമാവില്ലേ? അതുതന്നെയാണ് വിദേശ ശക്തികൾ പ്രതീക്ഷിക്കും. അങ്ങനെ ജാതി സമ്മതം ഉണ്ടാക്കി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നശിപ്പിച്ച് ആർക്കും കൊള്ളാത്ത ഒരു വസ്തുവാക്കി ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ വളർച്ച തടയണം. ഇതാണ് വിദേശ ശക്തികളുടെ താല്പര്യം. അതുകൊണ്ട് എല്ലാ കളി നടക്കുന്നുണ്ട്. ഇസ്രായേലുണ്ട്, അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസുണ്ട്, അങ്ങനെ എല്ലാ യൂറോപ്യൻ കൺട്രീസും ഉണ്ട്. ഒരു കാരണവശാലും ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ പാടില്ല. ഇന്ത്യ മുന്നോട്ട് വന്ന് ലോകത്ത് നയിക്കാൻ പാടില്ല. അത് ഇല്ലാതാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് തുടങ്ങി, അതിനുശേഷം പോർട്ടുഗീസൊക്കെ തുടങ്ങി, ഇപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ബ്രിട്ടൻ ഇവിടെ നിന്ന് ഇത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പുറത്തു നിന്ന് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണകൂടത്തെ ഇന്ത്യൻ രാഷ്ട്രീയക്കാരില്ല. എന്തൊരു അപകടത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നത്! എവിടെ എത്തും ഇതിൻ്റെയൊക്കെ പര്യവസാനം? സമാധാനമില്ലാത്ത ഒരു കുടുംബം രക്ഷപ്പെടുമോ? സമാധാനമില്ലാത്ത ഒരു രാജ്യം രക്ഷപ്പെടുമോ? രാഷ്ട്രീയമായിട്ട് വ്യാവസായികമായിട്ട് വളരുമോ? വ്യാപാരമായിട്ട് വളരുമോ? കാരണം അന്തഛിദ്രം വന്നാൽ അത് നശിച്ചുള്ളൂ. പക്ഷേ നമ്മുടെ അയൽവക്കം തമ്മിൽ ഒരു 2 കുടുംബങ്ങൾ തമ്മിൽ ഒരു കേസായിട്ട് ഈ കോടതിയിൽ 19 അബോർഷൻ കേസ് നടത്തി തീർന്നല്ലോടി. അങ്ങനെ നശിച്ചു പോയി എത്ര പേര് ഈ എറണാകുളം പട്ടണത്തിന് എനിക്കറിയാം. നല്ല ബിസിനസ്സായിരുന്നു. അത് സ്വന്തക്കാരമ്പിൽ അഞ്ഞാണ്. സ്വന്തക്കാരമ്പിൽ തർക്കമായി, വർഷങ്ങളായി, കേസായി, നശിച്ച് വെണ്ണീറിട്ടു. അത് രാഷ്ട്രത്തിനും ബാധകമാണ്. സമാധാനം ഇല്ലാത്ത ഒരു രാജ്യത്ത് പുരോഗതി ഉണ്ടാവില്ല. പുരോഗതി സമാധാനമാണ്. ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്നത് സംതൃപ്തിയാണ്. പണമാണ്. അത് ആ സംതൃപ്തി ഉണ്ടാക്കി സമാധാനം ഉണ്ടാകണം. സമാധാനം ഉണ്ടാക്കി എന്ത് ചെയ്യണം? അവിടെ ലോ ആൻഡ് ഓർഡർ ക്ലിയർ ആയിരിക്കണം. ഉണ്ടാവുമോ? അപ്പം അങ്ങനെയുള്ള ഇന്ത്യയിൽ ഈ മുസ്ലിം സമുദായത്തിൽ നല്ലൊരു 10-30 കോടി ഉണ്ടല്ലോ. ഒരു നല്ല ശതമാനം ബുദ്ധമതം സ്വീകരിച്ച് അവർ ഗ്യാങ് ഉണ്ടാക്കിയിട്ട് നാളെ പറയണം ഞങ്ങൾക്ക് ബുദ്ധവിഹാരങ്ങളെല്ലാം ഞങ്ങളുടേതായിരുന്നു, ഞങ്ങൾക്കത് വേണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്ത് കോടതി സമീപിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് കരുതിക്കൂട്ടി വിദേശ ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യയെ നശിപ്പിക്കാനാണ്. അത് BJP യിലും RSS ആയാലും കോൺഗ്രസിൽ ആരായാലും ലക്ഷ്യം ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ള അതിന് കരുക്കൾ നിൽക്കുന്നത്. അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അറിഞ്ഞോ അറിയാതെ ഭാഗവാക്കാവുന്നു. അവരുടെ ഭവിഷ്യത്ത് അറിയില്ല, സാധാരണക്കാരുടെ ഭവിഷ്യത്ത് അറിയില്ല. അങ്ങനെയുള്ള ഇന്ത്യയിൽ ഈ രാഹുൽ ഗാന്ധിയെ, ഈ കത്തോലിക്ക കോൺഗ്രസ് നിങ്ങൾ എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രത്തിൽ പിടിച്ചെടുക്കുവാണ്? വീണ്ടും പറയണത് ഇത് ഞങ്ങളുടെ ഈ സംഭാഷണ ലോകം പോകുന്നുണ്ട്. എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നില്ല. ഇപ്പം മനസ്സിലായി വന്നപ്പോഴല്ലോ അവരെല്ലാം വലിയ വ്യാകുലതയാണ്. കാര്യം ശരിയാണല്ലോ. 543 പാർലമെൻറ്റ് സീറ്റുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ലീഗിൻ്റെ കുത്തകയുള്ള സ്ഥലത്തു നിന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിലെത്തിയത് അർമാദിക്കുന്ന ഈ പ്രിയങ്കയും രാഹുലും എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകും? ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ BJP സംബന്ധിച്ച് അതിസങ്കീർണമായിരുന്ന ഒരു പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ട് അത് രക്ഷപ്പെടുത്താനും ബഡലെത്തിക്കാനും ഈ രാഹുലിനെ കൊണ്ട് രാഹുൽ നയിക്കുന്ന ഇന്ത്യ മുന്നണി കൊണ്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഇനി എങ്ങനെയാണ് സാഹചര്യം വരുന്നത്? ഇപ്പോൾ പാർലമെൻറ്റ് എല്ലാവർക്കും ഭൂരിപക്ഷമായി, രാജ്യസഭയിൽ 2 സഭകളും ഭൂരിപക്ഷമായി, ഏത് നിയമം ഉണ്ടാക്കാം? എന്താ ചെയ്യല്? പ്രിയങ്ക എന്ന് ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞു. കോടതി സംഭാരനെ കുറിച്ച് കോടതിയായിട്ടൊന്നും അല്ല പറയുന്നത്. അവരാദ്യമായിട്ട് ആ സൈറ്റ് ചെയ്തിട്ട് അവിടുത്തെ ജനങ്ങളെ സമാധാനപ്പെടുത്തണം. നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളുണ്ട് കൂട്. തുബിയക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്,
ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുക. അല്ല പാർലമെന്റിൽ ഒരു പ്രസ്താവന എടുത്തിട്ട് കോടതി ഇടപെടുന്ന ഒരു പ്രസ്താവന എടുത്തിയാൽ അവിടെ കിടക്കും, 10 ചിലപ്പോൾ വാർത്തയും വരും. അതല്ല പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത്, പ്രായോഗിക പ്രവൃത്തി അതല്ല. ഇതൊക്കെ ഏത് കാലത്ത് ഇനി മനസ്സിലാക്കുമെന്ന്. അതോ ഇനി അങ്ങനെ ഈ കത്തോലിക്ക പാരമ്പര്യമുള്ള പ്രിയങ്കയ്ക്ക് രാഹുലിനും സംഘപരിവാറിനെ എതിർക്കാനുള്ള നട്ടിലുണ്ടോ, ധൈര്യമുണ്ടോ? കുറേ കാലം അന്തോണി കൊണ്ടുവരുന്നല്ലോ, അന്തോണിക്ക് ആ നട്ടിലുണ്ടായില്ല. കാരണം അയാൾ 2% ക്രിസ്ത്യാനി പറഞ്ഞാൽ ഹിന്ദുക്കൾ സമൂഹം പിന്നെ പെടുങ്ങിയിലോന്ന് വെച്ച് അയാൾ മിണ്ടിയിട്ടില്ല. ഒരക്ഷരം RSSൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു സവർണ ഫാസിറിയോ ഈ അന്തോണി വായി തുറന്നിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി വായി തുറന്നിട്ടുണ്ടോ? ഇവിടെ ക്രിസ്തീയ നേതാക്കൾ ആരെങ്കിലും വായി വന്നിട്ടുണ്ടോ? ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും സഭാ നേതൃത്വം സംഘപരിവാറിനെതിരെ ഒരു വാക്ക് ഏതെങ്കിലും കാലത്ത് പരാതി പറയുമോ അല്ലെങ്കിൽ അത് പോകുന്നുണ്ടോ? ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ഈ 20% വരുന്ന 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുടെ സ്വത്തും സമ്പത്തും കഴിവും എണ്ണവും എല്ലാം ചൂഷണം ചെയ്ത് ഈ സഭയുടെ നേതൃത്വമാണ് ആനുകൂല്യം പറ്റിയത് മുഴുവൻ. ഇന്ത്യൻ സമ്പത്തിൽ ഏറ്റവും കൂടുതൽ ഈ സഭക്കാണ്. ആ സഭയാണ് ഇപ്പോൾ മുൻപത്ത് സമ്പത്ത് നേതൃത്വം കൊടുക്കുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ അങ്ങേയറ്റം വിഷലിപ്തമായ രീതിയിൽ പ്രചരണം നടത്തുന്നത്. പാവം ക്രിസ്ത്യൻ സമുദായം ഉത്തരവാദിയില്ല കേട്ടോ, അവർ വേറെയോ ഈ സഭാ നേതൃത്വമൊക്കെ സമ്പത്ത് ഉദ്ദേശിക്കുക, അതുകൊണ്ട് അവർക്ക് ആധിപത്യമാണ്. എന്താ പറയുന്നത്? ഇതെല്ലാം ഞങ്ങൾ കയ്യേറും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എറണാകുളത്ത് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ചർച്ച നടത്തി. നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷേ നിങ്ങളെ വരെ എതിർക്കണം. അതിനുശേഷമാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഒക്കെ വന്നത്. എൻ്റെ പൊന്ന് സഭാ നേതൃത്വമേ, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പാണ് വെട്ടുന്നതെങ്കിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. അതിൽ പ്രിയങ്ക ഗാന്ധി പിന്നെ സോണിയ രാഹുല് നിങ്ങളുടെ ഈ രീതിയിലാണ് പോക്കെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മേൽക്കോയ്മ ഉണ്ടാക്കാൻ പറ്റില്ല. അനുകൂലമായി പല ഘടകങ്ങളായത് കഴിഞ്ഞ 2-3 വർഷമൊക്കെ ഇന്ത്യയിലുണ്ടായത് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികൾക്ക്. നിങ്ങൾ നേടിയില്ല. നിങ്ങൾ ആൾക്കൂട്ടുണ്ടാക്കുന്നത്, ആൾക്കൂട്ടുണ്ടായി വോട്ടാവില്ല. പക്ഷെ അത് സങ്കീർണമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, സങ്കീർണമാണ്. കോടതി പോലും ഒരു പ്രശ്നപരിഹാരത്തിൽ കാണുന്നില്ല. അല്ലെങ്കിൽ ചന്ദ്രചൂഡ് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് പോയ ചീഫ് ജസ്റ്റിസ് പറയുമോ 91 നിയമം പാസ്സായിക്കല്ലേ ഇന്ത്യയിൽ. ആ നിയമം എന്താ പറയുന്നത്? പ്രോട്ടോകോൾ സ്റ്റാറ്റസ് കോ എന്ന് പറയും. സ്റ്റാറ്റസ് കോയിലർത്ഥം ആ സ്ഥാനം നിന്ന് പോലെ പഴയതുപോലെ ഇന്ന് എന്ന് വെച്ചാൽ 47 എങ്ങനെയാണോ അതുപോലെ ആ നിയമം നിലനിൽക്കല്ലേ. ആ നിയമത്തിന് ചന്ദ്രചൂഡ് വിധി പ്രഖ്യാപിച്ചു പോയത് ഇടപെടാന്ന് പറഞ്ഞ്. ഇപ്പം അതല്ലേ ഈ കോടതിയെല്ലാം ഇടപെടുന്നത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞാൽ അതിൽ കീഴ്വഴക്കാണ് നോക്കുന്നത്. ചന്ദ്രചൂഡ് ഇപ്പോൾ പോയി അദ്ദേഹം വേറെ എന്തോ സ്ഥാനമാനം കിട്ടി. പ്രശ്നം നാട്ടിൽ സംഘർഷമായോ, സംഘടനമായോ? എന്താണ് ഈ കോൺഗ്രസ് മനസ്സിലാക്കാത്തത്? കാരണം ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യയിലെ സാമുദായിക ഘടന, ഇവിടുത്തെ സവർണ ഫാസിസം, അവർ ചെയ്ത പ്രചരണം നിങ്ങൾക്കറിയോ? ഐക്യരാഷ്ട്ര സംഘടന UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ആ സംഘടന ഒരു വർഷത്തിൽ $100 കോടി മുടക്കുന്നുണ്ട് പുകവലി നന്നല്ല എന്ന്. പുകവലി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞ് $100 കോടി $100 കോടി 10,000 കോടി രൂപയുടെ പരസ്യ ഘോഷണയുണ്ട്. വില പോകാത്ത എന്താ? 10,000 കോടി രൂപയുടെ പരസ്യം കൊടുക്കുന്ന UNOയ്ക്ക് പരസ്യം പകരം സിഗരറ്റ് കമ്പനികൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ലക്ഷക്കണക്കിന് കോടി പരസ്യം കൊടുക്കുമ്പോൾ അതിനുള്ളിൽ ഈ 10,000 കോടിയുടെ കാണൂല. ഒരു പെട്രോമാക്സ് കത്തിച്ചെടുത്ത് മെഴുതി വെച്ച വെള്ളത്തിൽ കാണുമോ? അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് മെഴുതി വെച്ച ശ്രദ്ധിക്കപ്പെടുമോ? ഇല്ല. അതുപോലെയാണ് നിങ്ങളുടെ പ്രവൃത്തിയൊക്കെ അതിൻ്റെ ഇതുപോലെ 1000 ഇരട്ടി വലുപ്പമാണ് സംഘപരിവാറിലൂടെ പ്രചരണം നടത്തും, രഹസ്യമായിട്ട് പ്രചരണം നടത്തും. കാരണം അവർക്ക് വിജയിച്ചേ തീരൂ. അതുകൊണ്ട് അവരുടെ ആവശ്യമുണ്ട്. അവർ ആവശ്യമാണ്, ഒഴിച്ചുവിടാൻ പാടില്ലാത്തതാണ് ആവശ്യം. ആവശ്യം വേണമെങ്കിൽ ഒഴിച്ചുവിടാം, ആവശ്യം ഒഴിച്ചുവിടാൻ പാടില്ല. മസ്റ്റ് എന്ന് പറയില്ലേ, അത് ആവശ്യമാണ്. ആവശ്യമാണ്. അവിടെ അവർ പ്രവർത്തിക്കും. അവർ ജീവൻ വരെ കളഞ്ഞ് തയ്യാറാവും. നിലനിൽപ്പാണ് 15% വിഭാഗത്തിൽ നിലനിൽപ്പ്. 80% അംബേദ്കർ പറഞ്ഞ ഭാഷ വന്നാൽ 80% സംഘടിച്ചാൽ അവർക്ക് എന്ത് മാർഗമുള്ളൂ? ഇന്ത്യ വിട്ട് പുറത്തു പോകാൻ ഒരു വഴിയില്ല. ബംഗ്ലാദേശിലെ കാര്യം പറയുമല്ലോ, നേപ്പാളിലെ ആകുള്ളൂ, അവിടെ ഒന്നും സുരക്ഷയില്ല. ബാക്കിയല്ല, മറ്റ് ക്രിസ്ത്യാനികൾക്ക് 200 രാജ്യങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് 10 രാജ്യങ്ങളുണ്ട്. അവർക്ക് എങ്ങോട്ട് പോകാം. ഈ പറഞ്ഞ ഇറാനിൽ കടന്നു വന്ന ആര്യ പാർസികൾക്ക് എവിടെ പോകാനില്ല. അപ്പോൾ അവർക്ക് ഇവിടെ തന്നെ പിടിച്ചു നിന്നേ പറ്റൂ. അവർ ബുദ്ധിമുട്ടും കളിക്കും. ഞാനൊരിക്കലും അതിനെ കുറ്റം പറയില്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് കുറ്റം പറയില്ല.
പക്ഷേ ഇത് മനസ്സിലാക്കിയതാണ് കോൺഗ്രസ് നേതാക്കൾ ഈ രാഹുലിനെ അവരെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുന്നത്. അതിന് ഗാർഗി ഇത് ഇന്നിപ്പോൾ ഒരു സംഘ ചാനൽ പറയാണ്, ABC ചാനലാണ്, പ്രധാന സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് ഗാർഗയുടെ പേര് പറയുന്നില്ല? പറ്റില്ല. കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനത്തോട് രാഹുൽ അല്ലാതെ ഒരാളുടെ പേര് പറയാൻ സമ്മതിക്കില്ല കോൺഗ്രസ്. അതല്ലേ പിന്നെ നിതീഷ് കുമാറിനെ തള്ളിക്കളഞ്ഞത്. അത് ചില സവർണ കോൺഗ്രസ് അനുഭാവികൾ എന്ന് പറയുന്ന സവർണ സമ്പരാക്കന്മാർ അനുകൂലം നിൽക്കും. ആ നിതീഷിനെ കൺവീനറാക്കി വെച്ചെങ്കിൽ ഇന്ന് ഇന്ത്യ ഭരിക്കായിരുന്നു. അപ്പോൾ എന്താ, എനിക്ക് എൻ്റെ മോനും വേണം, എൻ്റെ മോന് വരുമ്പോൾ എല്ലാം ഒരു തടസ്സം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള മാറ്റിയല്ലേ സോണിയയും ഗ്രൂപ്പും മാറി കോൺഗ്രസ്സിലെ പല കഴിവുള്ള നേതാക്കളെയും കോൺഗ്രസ് അകത്തി കോൺഗ്രസ് ഒറ്റായി. ഞാനും അമ്മയും മോനും മാത്രമായില്ലേ. ഇവിടെ ലീഗുകാരൊക്കെ പറഞ്ഞാട്ടെ, സോണിയാജി അല്ലെങ്കിൽ രാഹുൽജി പ്രിയങ്കാജി വരുമ്പോൾ പാലം ചാടിക്കോട്ടെ, എനിക്ക് പാല് ചാടാനൊന്നും ഇഷ്ടമില്ല. പക്ഷേ രാജ്യം നന്മ നോക്കുമ്പോൾ അതൊന്നും കേട്ട് കാര്യമില്ല. ആദ്യമായിട്ട് രാജ്യത്ത് നിലനിൽപ്പാണ്, രാജ്യ നന്മയാണ്, സമൂഹ നിലനിൽപ്പാണ്. വയനാട്ടിൽ കൂടെ നിർത്തി അതിന് ലീഗാണ് കുട പിടിക്കാണ്. കുഞ്ഞാക്കയുടെ ഭാര്യ വീട്ടിൽ പ്രിയങ്ക പോയിട്ട് കെട്ടിപ്പിടുത്തം എന്തൊരു അർമാദിക്കലായിരുന്നു. ഈ അർമാദിക്കലെല്ലാം 10,000 ഇരട്ടിയിലാണ് സംഘപരിവാർ കഴിഞ്ഞ ഈ മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ അവിടെയൊക്കെ ചെലുത്തിയത്. കറക്റ്റല്ലേ? ചാണകം തിന്നുന്ന ആൾക്കാർക്ക് അത്രയൊക്കെ ബോധമുള്ളൂ. നമ്മുടെ മതം അപകടത്തിൽ പോകുന്നു, അവിടെ കത്തോലിക്ക് വരുന്നു, ഇവിടെ ലീഗ് വരുന്നു. ശരിയല്ലേ ഇത്? ലീഗുകാരുടെ കേന്ദ്രത്തിൽ വന്നിട്ട് സോണിയാഗാന്ധി, കത്തോലിക്ക സ്ത്രീയായ പ്രിയങ്ക അർമാദിക്കുകയാണ് അവരൊക്കെ. ഇത് നമ്മൾ പാരയാണ് എന്ന് പറഞ്ഞാൽ ഈ പാവം അതാണ് അവർ കുറച്ചിട്ട്. പിന്നെ മിഷേൽ തട്ടിപ്പുണ്ടെങ്കിൽ അത് നേരത്തെ പറയണം, അല്ലാതെ തോറ്റ് കഴിയുമ്പോൾ അത് തെറ്റുപറ്റ് കാര്യമില്ല, അത് ബുദ്ധിയല്ല, ആദ്യമേ തന്നെ പറയണം. അവർ പറഞ്ഞു വരുന്നത് എന്നോട് ദേഷ്യവും ദുഃഖവും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല. ഈ ഗാർഗയെ കൊണ്ടോ രാഹുൽ ഗാന്ധിയെ കൊണ്ടോ ഇനിയിപ്പോൾ വന്ന പ്രിയം കൊണ്ടോ ഇന്നയുടെ മൂക്കാണ്, ഇന്നയുടെ തലമുടിയാണ്, ഇന്നയുടെ സാരി കൊടുത്തത്, അതൊന്നും വോട്ടാവില്ല. വയനാട്ടിൽ നിന്ന് 5 ലക്ഷം വോട്ടല്ല 7 ലക്ഷം വോട്ട് വയനാട്ടിൽ. അതൊന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിജയം. നിങ്ങൾ UP-യിൽ ഇപ്പോൾ കണ്ടില്ല, ഡൽഹിയിൽ അസംബ്ലി ഇലക്ഷൻ വരാണ്. നിങ്ങൾ നേതൃത്വം കൊടുക്ക്, നിങ്ങൾ അധികാരം കയറ്, ഓക്കെ, നമ്മൾ അംഗീകരിക്കാം, ഒരു കുഴപ്പമില്ല. അല്ല, വയനാട്ടിൽ നിന്ന് മത്സരിച്ച് വയനാട് എന്താ നൊസ്റ്റാൾജിയ? എന്താ രാഹുൽ ഗാന്ധിക്ക് വയനാട് എന്ത് നൊസ്റ്റാൾജിയാണ്? എന്ത് ബന്ധം വയനാടായിട്ട്? 2 പ്രാവശ്യം വന്നു, ഒരു പ്രാവശ്യം ഇലക്ഷൻ മത്സരിച്ചു, നല്ല എന്ത് നൊസ്റ്റാൾജിയാണ്? അപ്പോൾ അത് എന്താ അർത്ഥമല്ല? ഡൽഹിയിൽ നിന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, UP എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ആ നൊസ്റ്റാൾജിയൊക്കെ ആത്മഹത്യല്ലെന്ന് മറ്റൊരു മനസ്സിലാവില്ലേ? അപ്പോൾ 4 ലക്ഷം ജയിച്ചില്ല, അത് ജയിക്കുന്നേ, അവിടെ കാര്യമുണ്ടോ? വളരെ സങ്കടത്തോടും നിരാശയോടു കൂടിയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പോക്ക് വളരെ അപകടത്തിലേക്കാണ്. അതൊന്നും മനസ്സിലാക്കാൻ ഇവിടെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ പോലും പലർക്കും മനസ്സിലാകുന്നില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞു, എന്നിട്ട് ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ അതങ്ങോട്ട് വിട്ടുകൊടുക്കുക. കാരണം ഞാൻ ഇതുകൂടി പറഞ്ഞ് നിർത്തിയേക്കാം, മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഒരു കാരണവശാലും മറ്റു ദേവാലയം നശിപ്പിച്ച ദേവാലയത്തിനകത്തോ ഒരു കാലത്തും പള്ളി പണിയാൻ പാടില്ല. തികച്ചും സുതാര്യമായ സ്ഥലമായിരിക്കണം, യാതൊരു തർക്കമില്ലാത്ത സ്ഥലമായിരിക്കണം. അത് ഞാൻ നമസ്കാരത്തെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞു. നമസ്കാരം നിർബന്ധമാണല്ലോ, നമ്മൾ നിർബന്ധമാണ്. അതേപോലെ നമ്മളൊരു അന്യൻ്റെ പറമ്പിൽ നടന്നു പോവാണ്, ആ നമസ്കാരത്തെ നേരെ നേരെ ഉണ്ടല്ലോ. ഇപ്പോൾ 10 മുതൽ 12 പറയുമ്പോൾ 10 മുതൽ 10:15 ആ സമയമുണ്ട്. അത് കഴിഞ്ഞ് അത് കള്ളയാകുമെന്ന് വെച്ചാൽ അത് സമയം കഴിയും, അപ്പോൾ പിന്നെ അതിൻ്റെ തെറ്റാവും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രം കൈകെട്ടി നമസ്കരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? നടക്കണം, അവിടെ നിൽക്കാൻ പാടില്ല. നടന്ന് എത്രയും പെട്ടെന്ന് അവരെ പറമ്പിൽ നിന്ന് സ്വതന്ത്രമാകണം. ഇതാണ് ഇസ്ലാമിക വീക്ഷ, ഇസ്ലാമിക നിയമം, ഇസ്ലാമിക ആദർശം. ഈ താടിയും വട്ടത്താടിയും മുട്ടിയെടുത്ത മുണ്ടും വട്ടത്താടും അല്ല ഈ പറഞ്ഞത്, ഇസ്ലാമിക കാര്യം അത്. അങ്ങനെയുള്ള ഇസ്ലാം അനുഭാവി അല്ലെങ്കിൽ മന്ത്രി ഒരിക്കലും ഒരു ദേവാലയം തകർത്ത് അല്ലെങ്കിൽ കയറൂല. അതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ബാബരി മസ്ജിദ് പിന്നെ അവിടെ അമ്പലമല്ലെന്നറിയാം. അപ്പോൾ എന്താണ്, അത് ഉറങ്ങി കിടക്കുന്നത് വിളിച്ചു നിർത്താൻ പ്രയാസമില്ല, ഉറക്കം അഭിനയിച്ചെടുക്കുന്നത് വിളിച്ചു നിർത്താൻ പ്രയാസമാണ്. കാരണം അവന് ബോധമുണ്ട്. അങ്ങത് മനസ്സിലാക്കിയിട്ട് മുസ്ലിം എന്താ വേണ്ട, എന്നാ ശരി, നിങ്ങളില്ല ഓർത്തു. ആ പ്രശ്നം തീർന്ന് പരിഹരിച്ച് നിലക്കൽ ക്രിസ്ത്യൻ സമുദായങ്ങളിൽ ഇത് അതൊന്നും ചെയ്യാതെ മുസ്ലിങ്ങൾ വാശി പിടിച്ച് ഗ്രൂപ്പ് പിടിച്ച് നടന്ന് എല്ലാം നശിപ്പിച്ച് കഴിയുമ്പോൾ എന്നാ കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് എത്ര എണ്ണം ചത്ത്, എത്ര ലക്ഷം കോടി രൂപ നഷ്ടം വന്ന്
എത്രയെല്ലാം സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി, ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടസ്സമായിരുന്നു. അങ്ങനെ കാണിക്കുന്ന മണ്ടന്മാരാണ് മുസ്ലിങ്ങൾ നല്ല ശതമാനം. പ്രത്യേക നേതൃത്വം കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞാക്കടായാലും കുഞ്ഞാക്ക ബുദ്ധിയിട്ടായാലും കുഞ്ഞാക്ക പറയണ്ടേ? തങ്ങൾ പോട്ടെ, തങ്ങൾ രാഷ്ട്രീയ ഭൗതികമായിട്ടില്ല, ആത്മീയമായിട്ട് കുഞ്ഞാക്ക ബുദ്ധിയുണ്ടല്ലോ, കുഞ്ഞാക്ക പറയണ്ടേ? 540 കുഞ്ഞാക്ക പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചോദിക്കുന്നത് 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഞങ്ങളുടെ കാലിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾ ജയിച്ചാൽ ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കേണ്ട കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കോൺഗ്രസ് ഒന്ന് മത്സരിക്കാൻ 10 വോട്ട് നമുക്ക് കൂടുതൽ കിട്ടും. ഇവിടെ നമ്മുടെ മുഖ്യ മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ എന്ന് പറയുന്നതാണ്. അതാണ് കുഞ്ഞാക്ക പറയുന്നത് ഞങ്ങളുടെ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരളത്തിൽ വേണമെങ്കിൽ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം. ദേശീയ ലെവലിൽ മുഖ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശത്രുവാണോ? അയാൾക്ക് അപ്പോൾ ശത്രു മിനിമം യോഗ്യത വേണ്ട, അതുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഈ സമുദായത്തെ നയിക്കുന്നതിന് കാലം ഇത് നടക്കും, അപ്പു നടക്കും, സമുദായം നശിച്ച് നാറാണക്കൽ നേറും. എനിക്കിതൊന്നും പറയാതെ അവരുടെ കൂടെ നിന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാണ്, ഒരു ജില്ലാ കൗൺസിൽ മത്സരിക്കാം, ചിലപ്പോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ആകാം, ഒരു പക്ഷേ ആണെങ്കിൽ ജില്ലാ പ്രസിഡന്റ് അയക്കാൻ വേണ്ടി വേണ്ടെന്ന്. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അങ്ങനെ സമുദായത്തെ വിറ്റ് അതിന് ആളാകേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഇന്നലെ നാളെ അള്ളാഹുവിന് മുമ്പിൽ കണക്ക് പറയണം. അവിടെ കുഞ്ഞാക്ക വളരെ ദുഃഖം പറയാണ്, നിങ്ങൾ ബുദ്ധിയുടെ അംശം ഇനിയുണ്ട്. നിങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ടില്ലെങ്കിൽ 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് നിങ്ങളുടെ കീഴിൽ വന്ന് ജയിച്ചു പോയ പ്രിയങ്ക ഗാന്ധിയും രാഹുലിനെ കുറിച്ച് ബോധ്യപ്പെടുത്തണം. നിങ്ങളെ ചീസ് തെറ്റായിപ്പോയി, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ നശിക്കും, കോൺഗ്രസ് നശിക്കും, പ്രതിപക്ഷം നശിക്കും. ഇവിടുത്തെ പറയുന്ന പോലെ 2025 കലുഷിതമായിരിക്കും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.